ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെനിക്ക് കിരൺ തന്നതാ മുത്തശ്ശി. ബർത്ത്ഡേക്കാരനെ കാണാൻ പോയ നിനക്ക് അവൻ ഗിഫ്റ്റ് തന്നോ? കൊള്ളാലോ, കാണട്ടെ. എന്താ മുത്തശ്ശിക്കൊരു ചിരി? ഒന്നുമില്ല, കിരണിന്റെ കാര്യത്തിലുള്ള ഒരു പ്രത്യേക താല്പര്യം കണ്ട് ചിരിച്ചതാ. ഒരു പ്രത്യേകതയില്ല. കിരണിന്റെ സ്ഥാനത്ത് ആരായാലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ നീ എന്നോട് കള്ളൊന്നും പറയണ്ട. എന്റെ മോൾ അവനോട് കാണിക്കുന്ന താല്പര്യം കൂടുതൽ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. ദേ മുത്തശ്ശി, വെറുതെ ഓരോന്ന് പറയല്ലേ. എനിക്ക് ആരോടും ഒരു പ്രത്യേക താല്പര്യമില്ല. അല്ല, അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവനോട് പ്രത്യേകത തോന്നിയാലും അതിലൊരു തെറ്റുമില്ല. നല്ല പയ്യനല്ലേ കിരൺ? മുത്തശ്ശി ഇത് എന്തൊക്കെയാ പറയുന്നേ? ദേ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ കേക്കണ്ട. അടി പിടിക്കണ്ട മോളെ, എടുത്ത് മാറ്റി വെക്ക്. ഞാൻ ഈ പായസം കിരണിന് കൊടുത്തിട്ട് വരാം. ചെല്ല് ചെല്ല് ചെല്ല്. അല്ല, ബർത്ത്ഡേക്കാരന് മാത്രമേ പായസമുള്ളോ? എനിക്കും കുടിക്കാലോ അല്ലേ? പിന്നെന്താ, ആവശ്യത്തിനുള്ള പായസം അവിടെ ഇരിപ്പുണ്ട്. മുത്തശ്ശി എടുത്ത് കുടിച്ചോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുടിച്ചോളാമേ. എന്തായത്? ഹാപ്പി ബർത്ത്ഡേ കിരൺ. കിരണിന്റെ ബർത്ത്ഡേക്ക് എന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. പായസം. ഇതാണോ ചെറിയ ഗിഫ്റ്റ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റായത്. ഒരു ഗ്ലാസ് പായസത്തിന് ഇത്രയൊക്കെ ഹൈപ്പ് വേണോ കിരൺ? ദുർഗയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. സ്വന്തമായി ആരുമില്ലാത്ത എന്നെ പോലൊരാൾക്ക് ബർത്ത്ഡേ ദിവസം കിട്ടുന്ന ഈ ഒരു സമ്മാനത്തിന് ഒരുപാട് വിലയുണ്ട്. ഇതിൽ ദുർഗയുടെ സ്നേഹവും സമയവും കരുതലും എല്ലാം ഉണ്ട്. പായസം കുടിക്ക. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. താ വാ. ഇരിക്കെ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറ. എന്താ കിരൺ, എന്താ കാര്യം? അത് വേണ്ട, ആദ്യം താൻ പറയേ. എന്താ തനിക്ക് പറയാനുള്ളത്? ഞാനല്ല, കിരൺ വേണോ ആദ്യം പറയാൻ. ഇന്ന് കിരണിന്റെ സ്പെഷ്യൽ ദിവസമല്ലേ? ഇല്ല, അത് പറ്റില്ല. ലേഡീസ് ഫസ്റ്റ്. താൻ തന്നെ പറയാ, എന്നിട്ട് ഞാൻ പറയാം. ശരി, ഞാൻ പറയാം. ഇന്ന് നാളെ എന്റെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. ചെറിയമ്മ ഒരു പയ്യനെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഈ കാര്യത്തില് ഞാൻ എന്ത് പറയാനാ കിരൺ? ചെറിയമ്മ അച്ഛനും തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, എന്നാലും കിരണിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. എന്റെ കല്യാണം കഴിഞ്ഞ ഞാൻ ഇങ്ങനെ ജോലിക്ക് വരുമെന്നല്ലേ കിരണിപ്പ ചിന്തിക്കുന്നേ? എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ ജോലി കളയില്ല കിരൺ. എന്റെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി ഈ ജോലി മാത്ര. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയാണോ ഈ വീട്ടിൽ ആരും അറിയാതെ ഞാൻ ജോലിക്ക് വരുന്നത്, അതേപോലെ തന്നെ കല്യാണത്തിന് ശേഷവും വരും. അല്ല, കിരണിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതെന്താ? അതൊന്നുമില്ല ദുർഗ. കള്ളം പറയാതെ കിരൺ, എന്താ കാര്യം പറ. ഇതെന്താ കിരൺ? നോക്കട്ടെ, ഇങ്ങത്താ നോക്കട്ടെ. ഹായ്.
നല്ല സാരി. ഇത് എനിക്കാണോ? ഉം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതെന്റെ അമ്മയുടെ സാരിയാ, തനിക്ക് തരാന്ന് കരുതി. താങ്ക് യു കിരൺ, താങ്ക് യു സോ മച്ച്. കിരണിന്റെ അമ്മയുടെ സാരി എനിക്ക് തരാൻ തോന്നിയല്ലോ. നമുക്കൊരു ബർത്ത്ഡേ സെൽഫി എടുത്താലോ? ഒന്നിങ്ങി വാ മാഷേ. ഒന്ന് ചിരിക്കേ. എന്നാ ശരി, ഞാൻ പോട്ടെ. കിരൺ, എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഈ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടായി. ഇത് ഞാൻ എന്നും നിധി പോലെ സൂക്ഷിക്കും. ഞാൻ താഴേക്ക് ചെല്ലട്ടെ? അല്ല, കിരൺ പായസം കുടിക്കേ. മുത്തശ്ശി, പായസം കുടിച്ചോ? ഓ, അടിപൊളി, സൂപ്പർ. അല്ല, ഇതെന്താ? ഇതെനിക്ക് കിരൺ തന്നതാ മുത്തശ്ശി. ബർത്ത്ഡേക്കാരനെ കാണാൻ പോയ നിനക്ക് അവൻ ഗിഫ്റ്റ് തന്നോ? കൊള്ളാലോ, കാണട്ടെ. ഇതെന്താ മൊത്തത്തിലൊരു തലതിരിവ്? മുത്തശ്ശി, കൂടുതലൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇത് കിരണിന്റെ അമ്മയുടെ സാരിയാ. അമ്മയുടെ സാരി? അമ്മയുടെ സാരിയോ? സ്വന്തം അമ്മയുടെ സാരി നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ. മുത്തശ്ശി, വേണ്ട, വെറുതെ ഓരോന്ന് പറയണ്ട. കിരൺ എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രം, അല്ലാതെ ഒന്നുമില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. ഞാനും കിരണും കൂടി ബർത്ത്ഡേ സെൽഫി എടുത്തായിരുന്നു. ഞാനത് കാണിച്ചു തരാവേ. നോക്കട്ടെ. കൊള്ളാവോ? സെൽഫി എടുത്തോ? ആ, ഇത് കൊള്ളാലോ. നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ച. മുത്തശ്ശി, പൊടി. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അവന്റെ ബർത്ത്ഡേക്ക് ഇവക്ക് ഗിഫ്റ്റോ? അത് ശരിയല്ലല്ലോ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പൂർണിമ ചേച്ചിയല്ലേ? അതെ, ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അകത്തേക്ക് വരൂ, ഇരിക്ക.